IB ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ സഹപ്രവർത്തകനായ സുഗാന്തിനെതിരെ IB വിവരങ്ങൾ തേടുന്നു. യുവതിയിൽ നിന്നും സുഗാന്ത് പല തവണയായി പണം വാങ്ങിയെന്ന IB റിപ്പോർട്ടിൽ സ്ഥിരീകരണമുണ്ട്. സർവീസ് ചട്ടങ്ങളുടെ ലംഘനമാണിതെന്നും ചൂണ്ടിക്കാട്ടുന്നു. IB കൊച്ചി യൂണിറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിനെതിരകം റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. സുഗാന്തിനെതിരെ വകുപ്പ് തല നടപടിയും ഉണ്ടാകും. ആ വിവരങ്ങളാണ് റോഷിപാൽ നൽകുക. റോഷിപാൽ, ഇപ്പോൾ കുടുംബത്തിൽ നിന്നും പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നുള്ള പ്രതികരണം ഇതിനകം വന്നിരിക്കുന്നു. പണം വാങ്ങിയുള്ള ചൂഷണം കൂടി നടന്നിട്ടുണ്ട്. ശമ്പളം മുഴുവനായി തന്നെ അയാളുടെ അക്കൗണ്ടിലേക്ക് അയക്കുകയായിരുന്നു. അത് ആ തരത്തിലുള്ള വഞ്ചന മാത്രമല്ല, വകുപ്പ് തല വീഴ്ചയും സംഭവിച്ചിരിക്കുന്നു, സർവീസ് ചട്ടങ്ങളുടെ ലംഘനവും നടന്നിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ IB റിപ്പോർട്ടിൽ ഉള്ളത്. എന്താണ് അറിയാനാകുന്നത് റോഷിപാൽ? സ്മൃതി, IB ഉദ്യോഗസ്ഥയുടെ മരണവുമായി ബന്ധപ്പെട്ട കേന്ദ്ര രഹസ്യാന്വേഷണ വിഭാഗം അപ്പോൾ തന്നെ അതിന്റെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചിരുന്നു. ഈ കാര്യത്തിൽ സഹപ്രവർത്തകനായ സുഗാന്തിന്റെ പങ്കാളിത്തമാണ് അവർ പരിശോധിച്ചത്. ഇത് സംബന്ധിച്ച റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് ഇതിനോടകം തന്നെ കൈമാറിക്കഴിഞ്ഞു. വകുപ്പ് തല നടപടി സുഗാന്തിനെതിരെ ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഏതാണ്ട് തീരുമാനമായി കഴിഞ്ഞു. കാരണം IB എന്ന രഹസ്യാന്വേഷണ വിഭാഗം, ആ രഹസ്യാന്വേഷണ ഏജൻസിയുടെ സൽപ്പേരിന് കളങ്കം ചാർത്തുന്ന പ്രവർത്തനങ്ങൾ സുഗാന്തിന്റെ ഭാഗത്ത് ഉണ്ടായി എന്ന് സ്ഥിരീകരിച്ച ഒരു പശ്ചാത്തലമുണ്ട്. പിന്നെ അതിനൊപ്പം തന്നെ ഈ പെൺകുട്ടിയുടെ മരണവുമായി ബന്ധപ്പെട്ട മറ്റു പല പ്രധാനപ്പെട്ട വിവരങ്ങളും രഹസ്യാന്വേഷണ വിഭാഗത്തിൽ ലഭിച്ചിട്ടുണ്ട്. കൊച്ചി യൂണിറ്റാണ് ഇത് സംബന്ധിച്ച പരിശോധന നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള വകുപ്പ് തല അന്വേഷണവും അതിന്റെ റിപ്പോർട്ടും വളരെ പെട്ടെന്ന് തന്നെ കൈമാറുകയും ചെയ്തു. കാരണം എമിഗ്രേഷൻ വിഭാഗത്തിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ പോലും ഇവർ IBയുടെ കീഴിലാണ്. ഏതാണ്ട് പ്രൊബേഷൻ പീരീഡ് ആണെങ്കിലും പിന്നീട് ഏതാണ്ട് 3-4 വർഷം കഴിഞ്ഞാലാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിലേക്ക് നേരിട്ടെത്തുക. വിമാനത്താവളത്തിൽ നേരത്തെയൊക്കെ കേരള പോലീസായിരുന്നു ഈ എമിഗ്രേഷൻ വിഭാഗത്തിൽ ജോലി ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പോഴത് IB നേരിട്ട് റിക്രൂട്ട്മെന്റ് തുടങ്ങുകയും ആ വിഭാഗത്തിലാണ്, ആ ബാച്ചിലാണ് ഇവർ രണ്ടുപേരും, സുഗാന്തും ആ പെൺകുട്ടിയും ഉൾപ്പെട്ടത്. അങ്ങനെയുള്ള സൗഹൃദമാണ് ഇത്തരത്തിലൊരു ബന്ധത്തിലേക്ക് എത്തുകയും പക്ഷെ അത് നല്ല രീതിയിൽ അത് ദുരുപയോഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റവും പ്രധാന കണ്ടെത്തൽ. അതുകൊണ്ട് തന്നെ നടപടി ഉണ്ടാകും, അക്കാര്യത്തിൽ വിട്ടുവീഴ്ച ഉണ്ടാകില്ല എന്ന് തന്നെയാണ് രഹസ്യാന്വേഷണ വിഭാഗം ഉദ്യോഗസ്ഥരിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നടപടി സ്വീകരിക്കുക. ഏതായാലും കേസെടുത്തു കഴിഞ്ഞാൽ അത് കുറ്റകൃത്യം തെളിയുന്നതിനൊപ്പം തന്നെ സർവീസിൽ നിന്ന് തന്നെ നീക്കം ചെയ്യുന്ന നടപടികളിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട്. ഏതായാലും അത് സംബന്ധിച്ചുള്ള നിയമപരിശോധനയ്ക്ക് ശേഷമാണ് റിപ്പോർട്ട് ആഭ്യന്തര മന്ത്രാലയത്തിന് രഹസ്യാന്വേഷണ വിഭാഗം കൈമാറിയത്.